ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലും സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന പോലെ. അപ്പം ഞാൻ നിങ്ങളൊക്കെ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പൂരിയും ദാൽ കറിയും. ദാൽ കറി നമ്മുടെ ഈ ഒരു യെല്ലോ കളറിലിരിക്കുന്ന ദാൽ കറി അല്ല, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് മസാലയുള്ളൊരു ദാൽ കറി. അതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. രണ്ടും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം ഞാൻ ഓൾറെഡി ദാലൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ദാൽ കറി ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി തക്കാളി. ഞാൻ എപ്പോഴും തക്കാളി അരിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയിലിടുമ്പോൾ ഞാനിതിൻ്റെ തൊലി കളയും. എനിക്ക് അതിൻ്റെ തൊലി അതിങ്ങനെ നല്ലോണം ഉടഞ്ഞു വന്നാൽ പോലും എനിക്ക് അതിൻ്റെ തൊലി ഇഷ്ടമല്ല. പിന്നെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് സവോള, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ദാൽ കറി ഇത് നല്ലോണം ഇങ്ങനെ ചൂടായിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇച്ചിരി കടുകിട്ടു. അതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി. അപ്പൊ ഇതൊക്കെ ഒന്ന് മൂത്തു. ഞാൻ ഒരു ഫുൾ ചെറിയൊരു തക്കാളിയാണ് എടുത്തത്, പക്ഷെ ഇത് ഫുൾ ഇടണം, കാരണം ഇച്ചിരി പുളിയുള്ള തക്കാളി. അപ്പൊ നമുക്കിതിന് ഒരു മുക്കാൽ ഭാഗം ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ഇത് ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉപ്പൊക്കെ കറക്റ്റായി എല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് പൂരിയും കൂടെ ഉണ്ടാക്കാം.